ഹായ് ഫ്രണ്ട്സ്, Q4 എൻ്റർടൈൻമെൻറ്റ് മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ബോട്ടിൽ ആർട്ട് പിടിച്ചാലോ? എല്ലാവരും ചെയ്ത് തുരുമ്പിച്ചതാണെങ്കിലും നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ? അപ്പോൾ വാ ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ബ്രോക്കോട്ടിൻ്റെ കുപ്പിയിലേക്ക് ബേസ് കോട്ടായിട്ടുള്ള വെള്ളം അടിച്ചു കൊടുക്കാം. ഞാനിവിടെ 3 കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. 3 കുപ്പിക്കും ബേസ് കോട്ട് വെള്ളം തന്നെ അടിച്ചെടുക്കാം കേട്ടോ. ബേസ് കോട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം നമുക്ക് ഓരോ കുപ്പിയിലും ഇഷ്ടത്തിനനുസരിച്ച് കളർ കൊടുക്കാം. ഞാൻ ഒന്നിൽ മഞ്ഞ കൊടുത്തിട്ടുണ്ട്, ഒന്നിൽ ചുവപ്പും ഒന്നിൽ നീലയും കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് യൂട്യൂബ് റെഫറൻസോ അല്ലെങ്കിൽ ഗൂഗിൾ റെഫറൻസോ എടുത്തിട്ട് ഇഷ്ടാനുസരണം ഓരോരോ ഇമോജികൾ വരച്ചു കൊടുക്കാം. ഞാനിവിടെ ആദ്യം ഒരു കണ്ണ് വരയ്ക്കുന്നുണ്ട്. നിങ്ങളിങ്ങനെ വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഇങ്ങനെ ഫസ്റ്റ് തന്നെ ഈ കറുപ്പ് എടുത്ത് വരയ്ക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് മായ്ക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, വൈറ്റ് വെച്ച് നമ്മൾ ഒരു ബേസ് പോലെ കൊടുക്കുക. എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ള രീതിക്ക് കൊടുക്കുക. അതാകുമ്പോൾ തെറ്റിപ്പോയാലും നമുക്ക് അതിൻ്റെ മേലെ മഞ്ഞ അടിച്ചാലും പിന്നെ റെഡി ആയിക്കോളും. നമ്മൾ ഏത് കോട്ടാണോ കൊടുത്തിരിക്കുന്നത് അത് കൊടുത്തു കഴിഞ്ഞാൽ അത് റെഡി ആയിക്കോളും. അപ്പോൾ അങ്ങനെ ഒരു അബദ്ധം പറ്റാതെ എല്ലാവരും നോക്കണേ. എന്നെ ഇഷ്ടാനുസരണം ഓരോരോ ഇമോജികൾ വരച്ചോ. ഞാനിവിടെ ഒരു കണ്ണും ഒരു വായും ഒരു നാക്കൊക്കെ താഴേക്ക് ഇട്ട രീതിയിൽ വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഓരോരോ കളർ കൊടുത്തു. ഇനി അടുത്ത കുപ്പി എടുത്തിട്ടുണ്ട്. അടുത്ത കുപ്പിയിൽ വേറൊരു ഇമോജി വരയ്ക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇനി തെറ്റിപ്പോയാലും പ്രശ്നമില്ല, അതിനകത്തേക്ക് റെഡ് അടിച്ച് കയറ്റിയാൽ മതി. അതുകൊണ്ടാണ് വെള്ള ബേസ് കോട്ടായിട്ട് ഇമോജി വരയ്ക്കുമ്പോൾ കൊടുക്കുന്നത് കേട്ടോ. ഇനി നീലയിൽ ഞാനൊരു ലവ് ചിഹ്നെല്ലാം വരച്ച് വായെല്ലാം വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 ബ്ലഷും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെയൊക്കെ മനോഹരമാക്കാമോ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഇഷ്ടമുള്ള രീതിക്ക് ചെയ്തോ. ഇവിടെ നമ്മുടെ വീഡിയോ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെയുണ്ടെന്ന് കണ്ടാലോ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റാർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഷെയറും ചെയ്യണം, മറക്കല്ലേ.